ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ യാത്രാവിശേഷം മലേഷ്യയിലെ തീൻഹു ടെമ്പിളിലേക്കാണ്. അപ്പോൾ ആദ്യം കണ്ട ആ ഒരു വ്യൂ ആണ് തീൻഹു ടെമ്പിളിൻ്റെ ഒരു ഓവർ വ്യൂ. ഇത് അതിൻ്റെ ചുറ്റുപാടുള്ള ഭാഗമാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം പുറമേ ഉള്ള ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തതിന് ശേഷമാണ് ഉള്ളിലോട്ട് കയറിയത്. ഇതാണ് അതിൻ്റെ ടോപ്പ് വ്യൂ. അതായത് എല്ലാം ചൈനീസ് മാതൃകയിലാണ് പണിഞ്ഞേക്കുന്നത്. ഇതൊരു ചൈനീസ് ടെമ്പിളാണ്. ഗോഡസ് ആണെങ്കിലും ഇതൊരു ചൈനീസ് ഗോഡസ് ആണ്. ഇവിടുത്തെ ഗോഡസിൻ്റെ പേരാണ് ഗോഡസ് മാസു. ഇതാണ് അതിൻ്റെ പുറമേ ഉള്ളൊരു കാഴ്ചയൊക്കെ. വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ലൈറ്റ്സ് ഉണ്ടോയെന്നറിയില്ല, ബലൂൺസ് പോലെ തൂങ്ങിക്കിടക്കുന്നതിൻ്റെ ഉള്ളിൽ. ഞങ്ങൾ ഡേ ടൈം ആയിരുന്നു പോയത്. ലൈറ്റ് ഉണ്ടെങ്കിൽ രാത്രി കാണാൻ കുറേ കൂടി ഭംഗിയായിരിക്കും. അപ്പോൾ ഇതാണ് ആ ടെമ്പിളിൻ്റെ സൈഡിൽ കൂടിയായിരുന്നു എൻട്രൻസ്. നടുക്കാണ് ആ ഗോഡസ് ഇരിക്കുന്നത്. പക്ഷേ നടുക്ക് അവർ എന്തുകൊണ്ടോ പൂട്ടിയിട്ടേക്കുമായിരുന്നു. സൈഡിൽ കൂടിയായിരുന്നു എൻട്രൻസ്. ഇതാണ് ഗോഡസ് മാസു ഫിഷർമാൻ്റെ ഗോഡസ് എന്നാണ് അറിയപ്പെടുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ദേവത എന്നാണ് മാസു അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ടെമ്പിളിൻ്റെ ഉള്ളിലുള്ള ഒരു ഓവർവ്യൂ. വളരെ ഭംഗിയായിരുന്നു കേട്ടോ. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലുള്ള തൂണുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഒരു അട്രാക്റ്റീവ് രീതിയിലായിരുന്നു ആ ഒരു ടെമ്പിൾ. ആ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ, പക്ഷേ അത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവർ. അത് കാണുന്നതാണെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ടെമ്പിളിൻ്റെ മാതൃകയല്ല, ഒരു സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്പെഷ്യൽ കാര്യമാണ് ഇപ്പോൾ ഈ കാണുന്നത് വീഡിയോയിൽ. ഇത് കുറേ ഇങ്ങനെ ശൂലമല്ല, എന്തോ ഒരു സ്റ്റിക്ക് പോലത്തേൽ കുറേ നമ്പേഴ്സ് നോട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളോടിങ്ങനെ ഇതിനകത്തേക്ക്, ആ ഒരു പാത്രത്തിനകത്തേക്ക് അത് ഇടാൻ പറയും. അപ്പോൾ ഇട്ട് കഴിയുമ്പോൾ ഒരു സ്റ്റിക്ക് മാത്രം ഇങ്ങനെ പൊങ്ങി നിൽക്കും. ആ സ്റ്റിക്ക് നമ്മൾ എടുത്തതിന് ശേഷം ആ സ്റ്റിക്കിൻ്റെ നമ്പർ നോക്കുക. അതിനുശേഷം ആ നമ്പർ ആ ബോക്സിൽ നിന്ന് എടുത്തിട്ട് അതിലൊരു വചനം ഉണ്ടാവും. ഈ ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ വചനങ്ങൾ വായിക്കില്ലേ, ഒരെണ്ണം എടുത്തിട്ട്, അതുപോലെ തന്നെ ഒരു വചനം ഉണ്ടാവും. അപ്പോൾ ഞങ്ങളും അത് ട്രൈ ചെയ്തിരുന്നു. അതിനുശേഷം ഇവർ സാമ്പ്രാണിയൊക്കെ കത്തിക്കുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ സാമ്പ്രാണി വിറ്റ് അവിടെ തന്നെ കത്തിച്ച് വെക്കുന്ന ഒരു സ്പേസ്. ഇത് മുകളിലേക്ക് കയറുന്ന ഭാഗമാണ്. മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് വ്യൂ കാണാം. അതുപോലെ തന്നെ പുറമേ ഉള്ള വ്യൂവും കാണാം. അതും ബ്യൂട്ടിഫുള്ളായിരുന്നു. ഇവരുടെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ളൊരു കൺസ്ട്രക്ഷൻ. ഞാൻ ആദ്യമായിട്ടായിരുന്നു ചൈനീസ് ടെമ്പിളിൽ പോകുന്നത്. ബുദ്ധിസ്റ്റ് വിഹാരയിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ചൈനീസ് ടെമ്പിളിൽ ഇത് ആദ്യത്തെ യാത്രയായിരുന്നു. ആ ടെമ്പിളിന് താഴ്ഭാഗം, അതായത് ബേസ്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെയുള്ളൊരു ഷോപ്പാണ്. കുറേ ആൻറ്റീക്ക് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതും വളരെ ഭംഗിയായിരുന്നു. അപ്പോൾ അവിടെയും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് പോന്നു. നമ്മൾ കാര്യമായിട്ട് ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല. ജസ്റ്റ് ഒരു മലേഷ്യൻ ഫ്രിഡ്ജ് മാഗ്നറ്റ് മാത്രം വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട്, ബേസ്മെൻറ്റിലായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഇതുപോലെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. മുകളിലാണ് അമ്പലം. ഇതാണ് ഗോഡസ് മാസുവിൻ്റെ ഒരു സ്റ്റാച്യൂവും ഉണ്ട് ഫ്രണ്ടിൽ തന്നെ അമ്പലത്തിൻ്റെ. അപ്പോൾ ഇതാണ് തീൻഹു ടെമ്പിൾ. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് മലേഷ്യ പോകുന്നവർക്ക്.